ഇപ്പോൾ ഇത് നമ്മുടെ ആവശ്യമില്ലാത്ത നമ്മുടെ ഇതെല്ലാം കളഞ്ഞിട്ട് അപ്പോൾ ഇത് നമ്മുടെ എസ്എസിൻ്റെ ഷാസി കേട്ടോ. അതുകൊണ്ടല്ലോ ഷാസിയുടെ അവസ്ഥ ഉണ്ടോ. ഇതുപോലെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് പൾസറിൻ്റെ നമ്മുടെ ഹാഫ് ഹബ്ബിൽ RTR പോലെ ആക്കി എടുക്കുക കേട്ടോ. ലെയ്ത്ത് വർക്ക്സിലെ അടുത്തുള്ള പരിപാടി എന്ന് പറയുന്നത് ഇത് മൊത്തം ഇന്ന് ഡിസ്പാച്ച് അവൻ്റെ കൊറിയേഴ്സ് ആട്ടോ. സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഹബിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ. സോ ഹേ ഗൈസ്, യു ആർ വാച്ചിങ് TV മോട്ടോമോട്ടീവ്. എല്ലാവർക്കും സ്വാഗതം. നേരത്തെ മോർണിംഗ് പരിപാടി തുടങ്ങി ഗൈസ്. ഇന്നും ഡീഡത്തെ വ്ളോഗാണ്. കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഏകദേശം 1K മേളിൽ പെട്ടെന്ന് കയറിപ്പോയി. അതുപോലെ തന്നെ ഇതും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ നമ്മുടെ പരിപാടി ഒത്തിരി ഉണ്ട്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ പ്രോജക്റ്റ് സൂപ്പർനോവയുടെ ഇപ്പോൾ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് സൂപ്പർനോവയുടെ ആ ടാങ്ക് ഉണ്ടല്ലോ നമ്മൾ ചെയ്ത് വെച്ചിരുന്നത്. ആ ഫൈബർ ടാങ്ക് നമ്മൾ ആ ബേസ് കോട്ടിൽ കട്ട് ചെയ്ത് കളയേണ്ടതെല്ലാം കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഫസ്റ്റ് കോട്ട് പുട്ടിയിടണം. ദെൻ അതിന് മേളിലാണ് നമ്മൾ കട്ടിക്ക് ഫൈബർ ഒന്നുകൂടെ ചെയ്യുന്നത്. അപ്പം ആ കട്ട് ചെയ്യുന്ന പ്രോസസ്സും പുട്ടിയിടുന്ന പ്രോസസ്സായിരിക്കും ഇന്ന്. ദെൻ ഒത്തിരി പരിപാടീസ് ഫോളോ അപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഒരു ഹാഫ് അപ്പ് ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ RTRൻ്റെ ഹാഫ് അപ്പ് അതിൻ്റെ അപ്പം ലക്കുണ്ടാക്കി കിട്ടും. ചിലപ്പോൾ അച്ഛനിന്ന് വന്നാൽ രക്ഷപ്പെട്ടു. അങ്ങനെ അതിനാണ്. അതുപോലെ പിന്നെ സൂപ്പറിനോടെ ഫ്രണ്ടിലത്തെ ഡബിൾ ഡിസ്കിനുള്ള അലോയി സെറ്റ് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെക്കണം. അങ്ങനെ കുറേ പരിപാടീസ് ഉണ്ട്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ ഇതുപോലെ കസ്റ്റമൈസേഷൻ വീഡിയോസ് ആണ് ഞാൻ വരുന്നത്. ഇന്നത്തെ വീഡിയോട്ട് പോകാം. FRPയുടെ ഓൾമോസ്റ്റ് ആ ഒരു ആവശ്യമില്ലാതെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇനി ടാങ്കിൽ നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ ഹോൾ ഇടണം. പിന്നെ ഷേപ്പ് ഓൾമോസ്റ്റ് ഒരുപോലെ ആക്കിയിട്ടുണ്ട്. കണ്ടല്ലോ FRP തീർക്കുന്ന പറഞ്ഞതേ ഇതുപോലെ പണി. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ആയും തെറിയിരിക്കണം എന്നുള്ളതാണ് ഗെയിമാണ്. അപ്പോൾ ഇത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് അടുത്ത സെറ്റ് ഒന്നുകൂടെ നമ്മൾ ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ കാണാം. ഇപ്പോൾ ഇത് നമ്മുടെ ആവശ്യമില്ലാത്ത നമ്മുടെ ഇതെല്ലാം കളഞ്ഞിട്ട് ഫൈബർ ഗ്ലാസ് എല്ലാം ചെത്തി കളഞ്ഞിട്ട് നമ്മളിത് ഫസ്റ്റ് കോട്ട് പുട്ടി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് പക്ക ഷേപ്പ് ആയി. നേരത്തെ കുഴിയൊക്കെ ആയിരുന്നു. പക്ക ഓൾമോസ്റ്റ് ഷേപ്പാക്കി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ പേപ്പർ പിടിച്ച് പുട്ടിയെല്ലാം കളയും. മേളത്തെ റൗണ്ടിൻ്റെ കണ്ടല്ലോ, ഇവന് നമുക്കിനി പേപ്പർ പിടിക്കണം. ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ ടാങ്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു പ്രോപ്പർ ഷേപ്പായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടല്ലോ, കണ്ടല്ലോ. നമുക്ക് പിന്നെ നല്ലപോലെ പേപ്പർ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സെറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ഷേപ്പ് കൊണ്ടുവന്നിട്ട് കാണിക്കാം. നമ്മൾ രാവിലെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു 9 തുടങ്ങിയ പണി ഇപ്പം മണി ഏകദേശം 1 മണി ആവാറായി. അതെ കണ്ടല്ലോ, ഇപ്പുണ്ട്. അപ്പോൾ ഇനിയും ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്കിനി കാണാം. അപ്പോൾ ഇതാ നമ്മുടെ എസ്എസിൻ്റെ ഷാസി കേട്ടോ. അതുകൊണ്ടല്ലോ ഷാസിയുടെ അവസ്ഥ ഉണ്ടോ. ഇതുപോലെ അടിയിലൊക്കെ കുറേ എടുക്കും, എല്ലാം പോയിട്ടുണ്ട്. ഓൾറെഡി നല്ല രീതിക്ക് ഡാമേജ് ഇടാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കുറേ പോയിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്കിത് കൊണ്ടുപോയി സംഭവം കൊണ്ട് ഇതൊന്ന് സെറ്റ് ചെയ്യിക്കണം. ഇതൊക്കെ കൊണ്ട് വൃത്തിയാക്കിയിട്ട് വേണം പെയിൻറ്റിങ്ങിന് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തിട്ട് കാണാം. അപ്പോൾ വണ്ടി ഷാസ് എടുത്ത് നമ്മൾ സെറ്റിയോട്ട് കയറ്റിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കൊണ്ടുവന്നത്, വേറെ വഴിയില്ല. കാറ് ഇപ്പോൾ കണ്ടുകൊണ്ടുപോയി കാറിൻ്റെ നമുക്ക് വെച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി ലൈറ്റിൽ പോയിട്ട് കാണാം. നമ്മുടെ RTRൻ്റെ അഡാപ്റ്ററിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ ലൈറ്റിൽ. വീട്ടിൽ പരിപാടി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്. ഉണ്ടല്ലോ, ഇതുണ്ടാക്കുന്നതിൻ്റെ വേണമെങ്കിൽ സ്പെഷ്യൽ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് പൾസറിൻ്റെ നമ്മുടെ ഹാഫ് ഹബ്ബിൽ RTR പോലെ ആക്കി എടുക്കുക കേട്ടോ. ലെയ്ത്ത് വർക്കും അലുമിനിയം വെൽഡിങ്ങും കുറേ പരിപാടിയുണ്ട്. നല്ല ഫിനിഷിംഗ് ചെയ്യണം. ആൻഡ് ഇത് ഹൈ ഹോളിൽ മറ്റേ നേരത്തെ അയച്ചു വിട്ടാം. ഇത് പിന്നെ 5 ഹോൾ ഹബ്ബിൽ NSൻ്റെ യൂണിവേഴ്സിറ്റിയുടെ സെറ്റപ്പ്. അപ്പോൾ നമുക്ക് ഹബ്ബിൽ വർക്കുണ്ട്. സോ അതുകൊണ്ട് അപ്പോൾ ഈ രണ്ടെണ്ണം എടുക്കാനാണ് വന്നത്. അപ്പോൾ ഇത് നേരെ വണ്ടി കയറ്റി നേരെ വീട്ടിലോട്ട് വിട്ടേക്കാം. ശരി, അടുത്തുള്ള പരിപാടി എന്ന് പറയുന്നത് ഇത് മൊത്തം ഇന്ന് ഡിസ്പാച്ച് അവൻ്റെ കൊറിയേഴ്സാണ് കേട്ടോ. അത്യാവശ്യം ഇന്ന് കുറവാണ് ആക്ച്വലി. ഇതിപ്പം 5-6 ഉള്ളൂ. 3 KSRTCയിലും ബാക്കിയെല്ലാം DDC ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് കൊടുക്കണം. അപ്പം അത് കൊടുത്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് കാണാം. നമ്മൾ കൊറിയറും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ട് വന്നു. ആൻഡ് നമ്മുടെ
വണ്ടിയിൽ RTRൻ്റെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഹബിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഈ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വേറെ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കണ്ടല്ലോ മൈസറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടല്ലോ. സംഭവം നമ്മൾ നമ്മുടെ സ്പെഷ്യൽ MC കിറ്റാണ് വെക്കുന്നത്. എവിടെയും ബ്ലൂ കളർ അവൈലബിൾ അല്ല, പക്ഷെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ് മറ്റേനെക്കാട്ടിലും. അതെന്താ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിന് കണ്ടല്ലോ മൈസറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം നമ്മുടെ വയറിംഗിറ്റും കാര്യമുള്ള വണ്ടി സ്റ്റാർട്ടാവും. ഇനി നമുക്ക് കാർബറേറ്റർ കയറ്റി വെച്ച് സൈഡും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ച് വണ്ടി സ്റ്റാർട്ടാകുന്ന പരിപാടി നോക്കാം. അപ്പോൾ അതിന് പിന്നെ ഡിസ്ക് സെറ്റ് കയറ്റാന്ന് വെച്ചു. അപ്പം ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ നോക്കിയാൽ മതി. അപ്പോൾ ഇനി ഇതോടെ സെറ്റ് ചെയ്ത് നമുക്ക് കാണാം. അപ്പോൾ ഈ അങ്ങനെ വീലും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ പക്ക അലൈൻമെൻറ്റാണ്. അലൈൻമെൻറ്റ് സീനോ കാണുന്ന വരത്തില്ല. ഒത്തിരി പേര് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അലൈൻമെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? നിങ്ങൾ ഇത് നോക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഡിസ്ക് കറങ്ങുന്നതെന്നുള്ളത്. സോ ഈ വണ്ടി ഇപ്പം ഓൾമോസ്റ്റ് ഒരു ഷേപ്പ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫർദർ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ വെരി സ്മിഷ് സൈനിങ് ഫ്രം TVM Automotives.